പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, നിർമ്മല ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പരിശുദ്ധിയുള്ളവരുമായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈശോയെ, ഞാൻ ഹൃദയത്തെ നൈർമല്യമായും അങ്ങയെ കാണുവാൻ തക്ക വിധത്തിൽ ഞാൻ ഹൃദയത്തിൻ്റെ ശുദ്ധിയെ ക്രമീകരിക്കണമേ. നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, ഇന്ന് ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ ആയിരിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ സമയത്ത് അങ്ങയുടെ സ്നേഹത്തണൽ ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകത്തിൻ്റെ മുഖങ്ങളും പാവക്കറകളും കൊണ്ട് ഞങ്ങളുടെ ഹൃദയം അശുദ്ധമായിട്ടുണ്ട് എങ്കിൽ അങ്ങയുടെ തിരുരത്വത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ കരുക്കി വിശുദ്ധീകരിക്കണമേ. ഈ വർഷം മുഴുവൻ നിർമ്മലമായ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സങ്കീർത്തനം 51:10-12 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകനും പ്രാർത്ഥിക്കുന്ന ഒരേയൊരു പ്രാർത്ഥനയാണ്, ശുദ്ധമായ ഹൃദയം എനിക്ക് നൽകണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. പുതിയൊരു ഹൃദയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തൻ്റെ പ്രാർത്ഥന ഇന്ന് നമുക്ക് സ്വന്തമാക്കേണ്ട സുദിനമാണ്. ലോകത്തിൻ്റെതായ ഇഷ്ടങ്ങളിലൂടെ നമ്മൾ ഓടി നടന്നു, ലോകത്തിൻ്റെതായ മോഹങ്ങളിലൂടെ നമ്മൾ പാറിപ്പറന്ന് നടന്നു. അങ്ങനെ ലോകം നമുക്ക് മുമ്പിൽ വെച്ച പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഒരു പുതിയ ഹൃദയമോ സമാധാനമോ ശാന്തിയോ സന്തോഷമോ നമ്മുടെ ജീവിതത്തിൽ നൽകിയോ എന്ന് പരിശോധിക്കുക. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ജീവിതങ്ങളായി മാറുകയാണ് നാം. ഒരു ഫേസ്ബുക്ക് പേജിൽ ഇടുന്ന ഒരു വാർത്തയാൽ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഒരു ജീവിതത്തെ പോലും നശിപ്പിക്കാൻ തക്ക വിധത്തിൽ
നിർമ്മലമല്ലാത്ത ജീവിതക്രമങ്ങൾ നമ്മുടെ ചുറ്റും നിറയുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കാവുന്ന ഒരേ ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന്. എത്ര വലിയ തീരുമാനങ്ങളെടുത്താലും നിയോഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാലും നമ്മുടെ ഹൃദയത്തെ നമുക്ക് ക്രമീകരിക്കാൻ സാധിച്ചില്ല എങ്കിൽ, ആത്മീയമായ നവീകരണം നമുക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. വിശുദ്ധ ആഗ്നസിൻ്റെ മാതൃകയുണ്ട്. ഇന്നത്തെ വിശുദ്ധയാണ്. ജനുവരി 21 വിശുദ്ധ ആഗ്നസിൻ്റെ തിരുനാളാണ്. എന്തു പ്രതിസന്ധികളിലും ദൈവത്തോടുള്ള സ്നേഹവും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞവളാണ്. ചെറിയ പ്രലോഭനങ്ങളിൽ പോലും വീണുപോകാതെ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് വിശുദ്ധി നമ്മെ കാത്തു സൂക്ഷിക്കും. ഈ 21-ാം തീയതി അതൊരു പൂർണ്ണതയാണ്. 3 ആഴ്ചകൾ പൂർത്തിയാക്കിയതിൻ്റെ ഒരു പൂർണ്ണത. സാധാരണ നമ്മൾ ജീവിതത്തിൽ പുതിയ ക്രമീകരണങ്ങൾ നടത്തുമ്പോൾ 21 ദിവസമെങ്കിലും അത് ചെയ്യണമെന്നൊക്കെ സൂചിപ്പിക്കാറുണ്ട്. നമ്മുടെ പുതുവർഷത്തിൻ്റെ 3 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ നാം എത്രത്തോളം ദൈവത്തോട് അടുത്തു എന്ന് നമ്മൾ ചിന്തിക്കണം. വിദ്വേഷവും അസൂയയും അശുദ്ധ ചിന്തകളും എന്നിവയ്ക്ക് മാറ്റി സ്നേഹവും ശാന്തിയും ഹൃദയത്തിൽ നമുക്ക് നിറയ്ക്കാം. നമ്മുടെ തെറ്റുകളെ ഓർത്ത് നമുക്ക് മനസ്തപിക്കാം. ഈശോയുടെ കാരുണ്യം ഹൃദയത്തിലേക്ക് ഒഴുകുന്നത് നമുക്ക് സ്നേഹത്തോടെ മനസ്സിലാക്കാം. കർത്താവേ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് മൗനമായിട്ടില്ല. ജീവിതത്തിലെ തകർച്ചകൾ മൂലം ദൈവത്തെ പഠിക്കുന്നവർക്കും നിരീശ്വരവാദികൾക്കും വേണ്ടി കർത്താവിയുടെ യഥാർത്ഥ സ്നേഹം തിരിച്ചെന്നെ അവർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനേക്കെല്ലാം ഉപരിയായിട്ട് ഈശോയെ, എൻ്റെ കണ്ണുകളെയും കാതുകളെയും ഹൃദയത്തെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അശുദ്ധമായതൊന്നും എന്നെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുത്. എൻ്റെ ഉള്ളിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. എന്നിൽ നിന്നും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എടുക്കരുതേ. എൻ്റെ ജീവിതം വഴി അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. പലപ്പോഴും നമ്മുടെ ജീവിതം നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിലുള്ള മറ്റുള്ളവർക്കൊക്കെ വേണ്ടി മാറ്റിവെക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ മറന്നു പോകുന്നുണ്ട്. തമ്പുരാനു വേണ്ടി നാം മാറ്റിവെക്കാത്ത എല്ലാ സമയവും, തമ്പുരാനു വേണ്ടി മാറ്റിവെക്കേണ്ട പല സമയങ്ങളും മാറ്റിവെച്ച് സൗഹൃദത്തിന് വേണ്ടി, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നാം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നാം കണക്ക് കൊടുക്കേണ്ടി വരും. സ്വീകരിച്ചവരും കൊടുത്തവരുമെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ തമ്പുരാൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ.
കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഖവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.